അള്ളാഹുവിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എത്ര ഭംഗിയായിട്ടാണ് അള്ളാഹു ഈ ഭൂലോകത്തെ സൃഷ്ടിച്ചെടുത്തത്. പക്ഷേ മനുഷ്യൻ്റെ ധിക്കാരപരമായ ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രകൃതിയെ ആകമാനം മലിനപ്പെടുത്തിയിരിക്കുകയാണ്. അള്ളാഹു ചെയ്യരുതെന്ന് പറഞ്ഞ പല കാര്യങ്ങളും ഇന്ന് ആഘോഷപൂർണമായി മുന്നോട്ട് പോകുമ്പോൾ, ചെയ്യാൻ കൽപ്പിച്ച പല കാര്യങ്ങളും വെടിയുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നമ്മളിൽ കണ്ടുവരുന്നുണ്ട്. ഓർക്കുക, അള്ളാഹുവിൻ്റെ ശാപമിറങ്ങിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം തന്നെ നിശ്ചലമായി ഒന്നുമല്ലാതെ ആകാൻ പറ്റുമെന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത മനുഷ്യന്മാരോട് പറയാനുള്ളത്, അടുത്ത തലമുറയ്ക്കെങ്കിലും ഈ ഭൂമിലോകത്ത് ജീവിക്കേണ്ടതുണ്ട്. അവർക്കിവിടെ വെള്ളവും ഭക്ഷണവും മറ്റുള്ള സൗകര്യങ്ങളുമൊക്കെ നമ്മൾ ഒരുക്കി കൊടുത്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ ഓർക്കുക, അതിൻ്റെ പ്രത്യാഘാതം നമ്മളെ തേടി വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് പോകുക. അള്ളാഹു വിലക്കിയതിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് വിലക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുക. അള്ളാഹു ഇബ്ലീസിനെ എന്തിൻ്റെ പേരിലാണ് അള്ളാഹു ശപിക്കപ്പെട്ടത്? ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞു, അത് അഹങ്കരിച്ചതിൻ്റെ പേരിലാണ്. ഇന്നും ആ ശാപം ഇബ്ലീസ് ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു എങ്കിൽ ഓർക്കുക, ഒരു നിമിഷം പോലും വേണ്ട അള്ളാഹുവിന് നമ്മളെ നശിപ്പിച്ച് കളയാൻ. പക്ഷേ അള്ളാഹുവിൻ്റെ കരുണയും കാരുണ്യവും കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അടുത്തറിയുക, അള്ളാഹുവിലേക്ക് അടുക്കുക, അള്ളാഹുവിൻ്റെ ശക്തി